ശരിക്കും ആ പൂച്ചനെ തല്ലിയത് ആരാണ്? നിങ്ങളാണോ? ഒരു കഥയുണ്ട്, ഞാൻ എഴുതിയതല്ല, പണ്ട് ആരോണ്ടോ എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുള്ള ഒരു കഥയാണ്. കഥയുടെ തലക്കെട്ടൻ എങ്ങനെയാണ്, ആ പൂച്ചയെ തല്ലിയത് ആരാണ്, അല്ലെങ്കിൽ ആ പൂച്ചയെ തൊഴിച്ചത് ആരാണെന്ന്. ആ കഥ തുടങ്ങുന്നത് അത്യാവശ്യം വലിയ റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയിലുള്ള ഒരാൾ. അദ്ദേഹം വലിയ ബിസിനസ്സുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹം രാവിലെ എണീറ്റ സമയത്ത് വീട്ടിൽ ഭാര്യയായിട്ട് ചെറിയൊരു വഴക്കുണ്ടായി. അയാൾ ആ ദേഷ്യത്തിൽ തൻ്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെന്നപ്പോൾ അവിടെ ഓഫീസിലെ ഹെഡ് ഉണ്ട്. അദ്ദേഹത്തോട് തൻ്റെ ഭാര്യനോടുള്ള ദേഷ്യമൊക്കെ അങ്ങ് തീർത്തു. തന്നെ വെറുതെ ചൂടായത് കണ്ടിട്ട് ഓഫീസിലെ ഹെഡ് എന്ത് ചെയ്തു, അവിടുത്തെ മാനേജറോട് പോയിട്ട് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ചൂടായി. ആ ദേഷ്യം മാനേജർ എന്ത് ചെയ്തു, കൂടെയുള്ള സ്റ്റാഫിനോടും ചൂടായി. അങ്ങനെ ഈ സ്റ്റാഫ് മാനേജർ വെറുതെ ചൂടായത് കേട്ടിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്നപ്പോൾ ഭാര്യയുടെ അടുത്ത് എന്തോ ഒരു ചെറിയൊരു വിശക്ക്. അതിന് ആ മാനേജറോടുള്ള ദേഷ്യം കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് ചീത്ത പറഞ്ഞു. അങ്ങനെ ഈ ഭാര്യ എന്ത് ചെയ്തു, ഈ ദേഷ്യം താൻ സ്നേഹിച്ച് വളർത്തുന്ന ഒരു പൂച്ചയുണ്ട്, ആ പൂച്ചയ്ക്ക് ഒരു ചവിട്ടാണ്ട് കൊടുത്തു, അല്ലെങ്കിൽ പൂച്ചയൊന്ന് തല്ലി. ശരിക്കും പറഞ്ഞാൽ ഈ പൂച്ചയെ ഇപ്പോൾ തല്ലിയത് ആരാണോ? അയാളുടെ ഭാര്യയാണോ, അല്ലെങ്കിൽ അയാളാണോ, അല്ലെങ്കിൽ അയാളുടെ മാനേജറാണോ, അല്ലെങ്കിൽ അയാളുടെ ഹെഡാണോ, അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഉടമയാണോ? പലപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മിസ്സായി പോകുന്ന ഒരു കാര്യമാണ്. ശരിക്കും ആ ദിവസത്തിൽ അന്നത്തെ ആ ഓഫീസിലെ ഹെഡിനൊരു പ്രശ്നം ഇല്ലാണ്ടാണ് അയാൾ ഓഫീസിലേക്ക് വന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു പൂച്ചയ്ക്ക് തല്ല് കിട്ടില്ലായിരുന്നു എന്നുള്ളതല്ലേ സത്യം. അതുകൊണ്ട് നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒന്നും സംസാരിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ഇടപെടാണ്ടിരിക്കുക. അതാണ് നമുക്ക് ഏറ്റവും സേഫായിട്ടുള്ളത്. കാരണം ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പോലും ഒരു ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദേഷ്യം വരുന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുക, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് എന്തെങ്കിലും സംസാരിക്കാൻ പോയാൽ എന്തെങ്കിലുമൊക്കെ ഒരു വയ്യാവേലി നമ്മൾ കൊണ്ടിങ്ങോട്ട് വരും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ എന്നാൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഞായറാഴ്ച കാണാം. ഓക്കെ എന്നാൽ താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.